എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 67-ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ സർഗത്തിൽ പറഞ്ഞു നിർത്തിയത് വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ വില്ലിനെ പറ്റിയിട്ടൊക്കെ സൂചിപ്പിച്ചു. എങ്ങനെയാണ് വില്ല് തങ്ങൾക്ക് കിട്ടിയത് എന്നൊക്കെ ജനകൻ പറഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം എന്താണ് ഉണ്ടാവുന്നത് നോക്കാം. നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നോക്കാം. ജനകസ്യ വച ശ്രുത്വാ വിശ്വാമിത്രോ മഹാമുനി ധനുർദർശയ രാമായ ഇതി ഹോവാച പാർത്ഥിവം. അങ്ങനെ വില്ലിനെ പറ്റിയിട്ട് ഇത്രയ്ക്കൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ജനകസ്യ വച ശ്രുത്വാ, ജനകൻ്റെ വാക്കുകൾ കേട്ടിട്ട് മഹാമുനിയായിട്ടുള്ള വിശ്വാമിത്രൻ, മഹാമുനി വിശ്വാമിത്ര ധനുഹു രാമായ ദർശയ ഇതി പാർത്ഥിവം ഉവാച. ആ വില്ല് രാമനൊന്ന് കാണിച്ചു കൊടുക്കൂ എന്ന് രാജാവിനോട് പറഞ്ഞു. അപ്പോൾ വിശ്വാമിത്രൻ കഥകളൊക്കെ കേട്ടു. വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും ജനകൻ പറഞ്ഞത് മുഴുവനും കേട്ടു. അതിനുശേഷം വിശ്വാമിത്രൻ അറിയാം ശ്രീരാമനത് ആ വില്ല് കുലയ്ക്കാനും അസ്ത്രം തൊടുക്കാനും ഒക്കെയുള്ള ശക്തിയുണ്ടെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ വിശ്വാമിത്രൻ ജനക മഹാരാജാവിനോട് പറഞ്ഞു ആ വില്ല് ശ്രീരാമനൊന്ന് കാണിച്ചു കൊടുക്കണം എന്ന്. അതാണ് ധനുഹു രാമായ ദർശയ, ധനുസ് രാമനായിട്ടൊന്ന് കാണിച്ചു കൊടുക്കൂ, രാമന് വേണ്ടിയിട്ടൊന്ന് കൊണ്ടുവരൂ എന്ന് വിശ്വാമിത്രൻ ജനകനോട് ആവശ്യപ്പെട്ടു. തതസ്സ രാജാ ജനകഃ സചിവാൻ വ്യാധിദേശഃ ധനുരാനീയതാം ദിവ്യം ഗന്ധമാല്യാനുലേപിതം. അത് കേട്ടിട്ട് വിശ്വാമിത്രൻ പറഞ്ഞത് കേട്ടിട്ട് തഥാ അതിനുശേഷം സ രാജാ ജനക, രാജാവ് മഹാരാജാവായിട്ടുള്ള ജനകൻ സചിവാൻ വ്യാധിദേശ, സചിവാൻ മന്ത്രിമാരോട് ഇപ്രകാരം നിർദ്ദേശം കൊടുത്തു. മന്ത്രിമാരോട് കൽപ്പിക്കുകയാണ്. എന്താ പറഞ്ഞത്? ദിവ്യം ഗന്ധമാല്യാനുലേപിതം ധനുഹു ആനീയതാം. ഏറ്റവും ദിവ്യമായിട്ടുള്ള ശ്രീപരമേശ്വരൻ്റെ വില്ലാണ്, അതുകൊണ്ട് ദിവ്യമാണ്. ദിവ്യവും അതുപോലെ തന്നെ ഗന്ധങ്ങളെ കൊണ്ടും മാല്യങ്ങളെ കൊണ്ടും അലങ്കരിച്ചു വച്ചിരിക്കുന്നതായ, പൂജിച്ചു വച്ചിരിക്കുന്നതായ, അത് പൂജാഗൃഹത്തിലെ പൂജാമുറിയിലൊക്കെ എങ്ങനെയാണോ വയ്ക്കണത് അതുപോലെ തന്നെയാണ് ആ വില്ല് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ആദരവും അതുപോലെ തന്നെ ഭഗവാനോടുള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട് ആ വില്ലിനോട്. അങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ വില്ല് എടുത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ശ്രീരാമന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അതാണ് ധനുഹു ദിവ്യം ധനുഹു ആനീയതാം. ദിവ്യമായിട്ടുള്ള ധനുസ് കൊണ്ടുവരപ്പെട്ടാലും പോയിട്ട് കൊണ്ടുവരൂ എന്ന് മന്ത്രിമാരോട് കൽപ്പന കൊടുക്കുകയാണ് മഹാരാജാവ് ചെയ്തത്. അപ്പോൾ ജനകേന സമാദിഷ്ടാഃ സചിവാഃ പ്രാവിശൻപുരം തദ്ധനുഃ പുരതഃ കൃത്വാ നിർജഗ്മുരമിതൗജസ. അങ്ങനെ ജനക മഹാരാജാവിനാൽ നിർദ്ദേശിക്കപ്പെട്ടവരായിട്ടുള്ള മന്ത്രിമാർ, ജനകേന സമാദിഷ്ടാഃ സചിവാഃ, ജനകനാൽ നിർദ്ദേശിക്കപ്പെട്ടവരായിട്ടുള്ള മന്ത്രിമാർ പുരം പ്രാവിശൻ, കൊട്ടാരത്തിലേക്ക് പോയി. ഇത് സംഭവിക്കുന്നതൊക്കെ യാഗശാലയിൽ വെച്ചിട്ടാണ്. യാഗശാലയിലേക്ക് ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്രനും വന്നിട്ടുണ്ട്. മഹാരാജാവ് ജനകനും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വില്ല് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്, പൂജിച്ചു വച്ചിരിക്കുന്നത് കൊട്ടാരത്തിൻ്റെ അകത്താണ്. അപ്പോൾ മന്ത്രിമാരതെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. അതിനുശേഷം തദ്ധനു പുരതഃ കൃത്വാ നിർജഗ്മുരമിതൗജസ, ആ വില്ലും കൊണ്ട് അതിനെ മുമ്പിൽ എടുത്തുകൊണ്ട്, അത് എടുക്കുന്നല്ല, ഒരു പെട്ടിയിൽ വെച്ചിട്ടാണ് കൊണ്ടുവരണത്. അങ്ങനെ ആർക്കും സാധാരണക്കാർക്കൊന്നും എടുക്കാൻ തന്നെ പറ്റാത്ത അത്രയ്ക്ക് ഭാരമുള്ളതായിട്ടുള്ളൊരു വില്ലാണ്. അത് മുമ്പിൽ വച്ചുകൊണ്ട്, അതും ചുമന്നുകൊണ്ട്, അതല്ലെങ്കിൽ ആ ഒരു വണ്ടിയിലാക്കിയിട്ട് ആ ഒരു വണ്ടിയും കൊണ്ട് അമിതൗജസ സചിവാഹ നിർജഗ്മു, നല്ല ഘടാഘടിയന്മാരായിട്ടുള്ള, നല്ല മിടുക്കുള്ള ശക്തിമാന്മാരായിട്ടുള്ള മന്ത്രിമാർ ആ വില്ലും കൊണ്ട്, മന്ത്രിമാർ മാത്രമല്ല അത് എടുക്കാനുള്ള കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു, അത് അടുത്ത ശ്ലോകത്തിൽ പറയും. അവരെല്ലാവരും കൂടിയിട്ട് ഈ വില്ലുമായിട്ട് കൊട്ടാരത്തിൽ നിന്ന് യാഗശാലയിലേക്ക് വരാൻ തുടങ്ങി. എത്ര പേരുണ്ടായിരുന്നു ആ വില്ലെടുക്കാൻ എന്നുള്ളത് പറയുകയാണ് 4-ാമത്തെ ശ്ലോകത്തിൽ. നൃണാം ശതാനി പഞ്ചാശദ്വ്യായതാനാം മഹാത്മനാം മഞ്ജുഷാമഷ്ടചക്രാം താം സമൂഹുസ്തേ കഥഞ്ചന. അതെടുത്തുകൊണ്ട് വരാൻ ഒരു 5000 പേരുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ നൃണാം എന്നാണ് പറഞ്ഞത്. രാജാക്കന്മാർ എന്നുള്ള അർത്ഥത്തിൽ എടുക്കണ്ട.
രാജാവ് പറഞ്ഞിട്ട് അവിടെയുള്ളവരായിട്ടുള്ള സാമന്ത രാജാക്കന്മാരോ അല്ലെങ്കിൽ ഭടന്മാരോ, ആ അർത്ഥത്തിലാണ് ഇവിടെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. അവരെത്ര പേരുണ്ടായിരുന്നു? 50 ശതാനി, 50 50, ശതാനി 100. അപ്പോൾ 50 ഗുണം 100 5000 പേര്. 5000 നല്ല ശക്തിമാന്മാരായിട്ടുള്ള ഭടന്മാർ. വ്യായതാനാം മഹാത്മനാം നൃണാം 50 ശതാനി. നല്ല ശരീര ശക്തിയുള്ളവരും മിടുക്കന്മാരായിട്ടുള്ള മഹാന്മാരായിട്ടുള്ളവരും അങ്ങനെയുള്ള രാജഭടന്മാർ 5000 പേരാണ് ഇത് ഉന്തിക്കൊണ്ട് വന്നത്. മഞ്ജുഷാം അഷ്ടചക്രം. മഞ്ജുഷ എന്ന് പറഞ്ഞാൽ പെട്ടി എന്നാണ് അർത്ഥം. പെട്ടി അല്ലെങ്കിൽ ഈ വില്ല് സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായ ഒരു വലിയ വണ്ടി, ഉന്തിയാൽ നീങ്ങുന്ന ചക്രമൊക്കെ വെച്ചിട്ടുള്ളതായ വണ്ടിയാണ്. ആ വണ്ടി അഷ്ടചക്ര, 8 ചക്രങ്ങളുള്ളതായ ഒരു പെട്ടി. അത് താം സമൂഹു തേ കഥഞ്ജന സമൂഹു. ആ തേ എന്ന് പറഞ്ഞാൽ ആ ഭടന്മാരെല്ലാവരും അതെങ്ങനെയൊക്കെയോ വലിച്ച് ഉന്തി ഈ യാഗശാലയിലേക്ക് കൊണ്ടുവന്നു. ഈ മഞ്ജുഷയെ പതുക്കെ പതുക്കെ ഉന്തി, ചക്രം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഉരുട്ടി ഉരുട്ടി കൊട്ടാരത്തിൽ നിന്നും യാഗശാലയിലേക്ക് കൊണ്ടുവന്ന് വച്ചു. താമാദായ സുമഞ്ജുഷാം ആയസീം യത്ര തദ്ധനു സുരോപമം തേ ജനകം ഊജുർനൃപതി മന്ത്രിണ. താം ആയസീം സുമഞ്ജുഷാം ആദായ. ആയസി എന്ന് പറഞ്ഞാൽ അയസ് കൊണ്ടുണ്ടാക്കിയത് ആയസി, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതായ സുമഞ്ജുഷ നല്ല ഉറപ്പുള്ളതായ പെട്ടി, ഈ ഉന്തിക്കൊണ്ട് വന്നതായിട്ടുള്ള ഉന്തുവണ്ടി, ഈ പെട്ടി അത് ആദായ അത് കൊണ്ടുവന്നിട്ട് ഏതൊരു പെട്ടിയിലാണോ എത്ര തദ് ധനുഹു, ഏതിൻ്റെ ഒന്നിൻ്റെ ഉള്ളിലാണോ ഈ ധനുസ് ഇരിക്കുന്നത്, ശൈവം ധനുഹു, ശിവസംബന്ധിയായിട്ടുള്ള ശിവൻ ഉപയോഗിച്ചതായിട്ടുള്ള ദക്ഷനെ വധിക്കാൻ വേണ്ടിയിട്ട് ശിവൻ ഉപയോഗിച്ചതായിട്ടുള്ള ആ ധനുസ് ഏതൊരു പെട്ടിയിലാണോ ഉണ്ടായിരുന്നത് അത് കൊണ്ടുവന്നിട്ട് നൃപതി മന്ത്രിണ, രാജാവിൻ്റെ മന്ത്രിമാർ സുരോപമം ജനകം ഊചു, സുരോപമനായ അതായത് ദേവന്മാർക്ക് തുല്യനായിട്ടുള്ള ജനക മഹാരാജാവിനോട് ആ മന്ത്രിമാർ ഇപ്രകാരം പറഞ്ഞു. അതിങ്ങനെ ഓരോ സംഭവങ്ങൾ എണ്ണി 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 പറയാണ്. വില്ല് കൊണ്ടുവരാൻ പോയി, അത് ഉന്തിക്കൊണ്ട് വന്നതിന് ശേഷം മന്ത്രിമാരെല്ലാവരും കൂടിയിട്ട് ജനക മഹാരാജാവിനോട് ഇപ്രകാരം പറഞ്ഞു. അതാണ് 6ാമത്തെ ശ്ലോകം. ഇദം ധനുർവരം രാജൻ പൂജിതം സർവരാജഭി മിഥിലാധിപരാജേന്ദ്ര ദർശനീയം യദീച്ഛസി. ഇതാണ് അങ്ങ് പറഞ്ഞതായ വില്ല്. അതിപ്പോൾ ജനക മഹാരാജാവിനെ അറിയാഞ്ഞിട്ടൊന്നുമല്ല, അതൊരു രാജാവ് പറയുമ്പോൾ അതിന് ഒരു കൽപ്പന കൊടുക്കുമ്പോൾ അത് കൊണ്ടുവരിക, അത് അറിയിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു ചടങ്ങാണ്. അതുപോലെ ഭടന്മാരെല്ലാവരും കൂടി നിന്നിട്ട് രാജാവിനോട് പറയാണ്, അല്ലയോ രാജൻ, രാജേന്ദ്ര, മിഥിലാധിപ, ഇതൊക്കെ ജനക മഹാരാജാവിനെ സംബോധന ചെയ്യുന്നതാണ്. ഇതാണ് സർവരാജഭിഹി പൂജിതം വരം ധനു. എല്ലാ രാജാക്കന്മാരും, അങ്ങയുടെ പിന്മുറക്കാരായിരുന്ന എല്ലാ രാജാക്കന്മാരും ആരാധിച്ച് പൂജിച്ചു വച്ചതായിട്ടുള്ള വില്ല്, ആ പെട്ടിയാണ്, ആ വില്ല് വച്ചിരിക്കുന്ന പെട്ടിയാണ് ഇതാ ഞങ്ങളിപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. യതി ദർശനീയം ഇച്ഛസി. ഇതല്ലേ കാണണമെന്ന് പറഞ്ഞത്, കാണേണ്ടതാണെന്ന് പറഞ്ഞ, അതായത് ഇവിടെ വിശ്വാമിത്രനും ശ്രീരാമനും ഒക്കെ കാണണമെന്ന് പറഞ്ഞ വില്ലാണ് ഇതാ ഞങ്ങളിവിടെ എത്തിച്ചിരിക്കുന്നു എന്ന് ഭടന്മാരെല്ലാവരും കൂടിയിട്ട് ജനക മഹാരാജാവിനെ അറിയിച്ചു. തേഷാം നൃപോ വച ശ്രുത്വാ കൃതാഞ്ജലിരഭാഷത വിശ്വാമിത്രം മഹാത്മാനം താവുഭൗ രാമലക്ഷ്മണൗ. തേഷാം വച ശ്രുത്വ, അവരുടെ വാക്കുകൾ കേട്ടിട്ട്, ഈ ഭടന്മാർ ജനക മഹാരാജാവിനെ അറിയിച്ചത് കേട്ടിട്ട്, നൃപഹ രാജാവായിട്ടുള്ള ജനകൻ കൃതാഞ്ജലി അഭാഷത കൈകൂപ്പി നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ആരോടാ പറഞ്ഞത്? വിശ്വാമിത്രം മഹാത്മാനം തൗ ഉഭൗ രാമലക്ഷ്മണൗ കൃതാഞ്ജലി അഭാഷത. മഹാമുനിയായിട്ടുള്ള വിശ്വാമിത്രനോടും അതുപോലെ കൂടെ നിൽക്കുന്നവരായിട്ടുള്ള 2 ബാലകന്മാർ ശ്രീരാമനോടും ലക്ഷ്മണനോടുമായിട്ട് കൈകൂപ്പിക്കൊണ്ട് ജനക മഹാരാജാവ് ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ജനകസ്യ വച ശ്രുത്വാ വിശ്വാമിത്രോ മഹാമുനി ധനുർദർശയ രാമായ ഇതി ഹോവാച പാർത്ഥിവം. തതഃ സ രാജാ ജനകഃ സചിവാൻ വ്യാദിദേശഃ ധനുരാനീയതാം ദിവ്യം ഗന്ധമാല്യാനുലേപിതം. ജനകേന സമാദിഷ്ടാ സചിവാഃ പ്രാവിശൻ പുരം
തദ്ധനുഃ പുരതഃ കൃത്വാ നിർജഗ്മുരമിതൗജസ നൃണാം ശതാനി പഞ്ചാശദ്വ്യായതാനാം മഹാത്മനാം മഞ്ജുഷാമഷ്ടചക്രാം താം സമൂഹുസ്തേ കഥഞ്ചന താമാദായ സുമഞ്ജുഷാമായസീം യത്ര തദ്ധനു സുരോപമം തേ ജനകം ഊജുർനൃപതിമന്ത്രിണ ഇദം ധനുർവരം രാജൻ പൂജിതം സർവരാജഭി മിഥിലാധിപരാജേന്ദ്ര ദർശനീയം യദീച്ഛസി തേഷാം നൃപോ വച ശ്രുത്വാ കൃതാഞ്ജലിരഭാഷത വിശ്വാമിത്രം മഹാത്മാനം താവുഭൗ രാമലക്ഷ്മണൗ. ഇനി ആ വില്ലൊക്കെ കണ്ടിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇപ്പോഴാണ് മുഖ്യമായിട്ടുള്ള കഥയിലേക്ക്, ശ്രീരാമൻ്റെ കഥയിലേക്ക് നമ്മൾ വന്നത്. അത് വളരെ വേഗത്തിൽ കഥകൾ പറഞ്ഞു പോകുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള വിധത്തിൽ വാൽമീകി മഹർഷി അത് പറഞ്ഞു തരുന്നുണ്ട്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.